ഹായ് മക്കളെ, SLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് എഴുതിയ ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ വലിയ സീരിയസ് ആയിട്ട് എഴുതിയ ഒരു എക്സാം ആയിരുന്നിരിക്കണം ഈ പറഞ്ഞ മോഡൽ എക്സാം. പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ച ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതാണ് ഇതാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങളുടെ SLC കഴിയുന്നു. SLC കഴിഞ്ഞ സമയം തൊട്ട് നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ്റെ ഒരു റിലാക്സേഷൻ്റെ ലൂപ്പിൽ നിന്നും ഇതുവരെ നിങ്ങൾ പുറത്തെടുക്കാൻ പറ്റിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മോഡൽ എക്സാം ഏത് ലെവലിലാണ് എഴുതിയത്? നിങ്ങൾക്ക് മോഡൽ എക്സാം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ മോഡൽ എക്സാം +1 എങ്ങനെയായിരുന്നു? തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു പക്ഷേ ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ ആവറേജ് ആവാം, അല്ലെങ്കിൽ എന്താവും ടഫായിട്ടുള്ള എക്സാം ആവാം. എങ്ങനെയായിരുന്നാലും ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് പോലും പോയിട്ടുണ്ടാവില്ല. മോഡൽ എക്സാം അല്ല, എന്തിനാണ് ഞാനത് വെറുതെ പേപ്പർ പോലും കിട്ടില്ലല്ലോ, മോഡൽ എക്സാം അല്ല, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അതേപോലെ മോഡൽ എക്സാമിന് പഠിച്ച സമയങ്ങളുടെ ഫൈനൽ എക്സാമിന് പഠിക്കാം, ഞാൻ അപ്പം പഠിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് ഈ മോഡൽ എക്സാമിന് പോയിട്ട് ഹാളിൽ കിടന്നുറങ്ങിയ ആൾക്കാരുണ്ട്. ഇനി അതൊന്നുമല്ലാതെ മോഡൽ എക്സാമിന് എന്തെങ്കിലുമൊക്കെ ഒരു പാസ് മാർക്ക് മതി എന്ന് പറഞ്ഞിട്ട് വെറുതെ പോയിരുന്ന ആൾക്കാരുണ്ട്. ഇതല്ലാതെ സീരിയസ് ആയി പഠിച്ച ആൾക്കാർ വളരെ കുറച്ച് പേരുണ്ട്. എന്താ പറയുക? കാരണം 10ാം ക്ലാസ് എന്ന് പറയുന്ന വലിയൊരു സർക്കിളിൽ നിന്നും ഈ പറയുന്ന +1 എന്ന് പറഞ്ഞ സർക്കിളിലേക്ക് എത്തുന്ന ആൾക്കാർ ഇത്രയേ ഉള്ളൂ. കാരണം SSLCക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് +1 ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മുടെ മാതാപിതാക്കളടക്കം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൂപ്പിലേക്ക് പെട്ടുപോകുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ലൂപ്പിലാണ് പെട്ടുപോകാൻ നിൽക്കുന്നത്. ഈ മക്കളെ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം. 10ാം ക്ലാസ് പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ +1 വെച്ച് നോക്കുകയാണെങ്കിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ +1 പഠിക്കുന്ന പുസ്തകം എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. 10 വിഷയം പഠിച്ചതിനേക്കാൾ എത്രയോ ബെറ്ററാണ് 6 വിഷയം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇവിടുത്തെ 6 വിഷയം ആ കാണുന്ന 10 വിഷയത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ ഒരു സ്റ്റൈലിൽ പഠിച്ചു പോയാൽ മതിയോ? എനിക്കത് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യണം. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യേണ്ടതെന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളതിനെ ഒരിക്കലും ചെവി കൊള്ളേണ്ട കാര്യവുമില്ല. കാരണം നിങ്ങളുടെ ടീനേജ് എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ബ്രൈറ്റായിട്ട് കിട്ടുന്ന ടൈമാണ്. ആ ടൈമിലാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. പക്ഷേ എൻജോയ്മെൻറ്റ് മാത്രമായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തരടാ, നമ്മൾ ജീവിതത്തിന് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ ഫെയിൽഡ് ആവുമെന്ന് മാത്രമല്ല, പരീക്ഷയിൽ മാത്രം ഫെയിൽഡ് ആവുന്നില്ല, നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളും നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു തോൽവി നമ്മളെങ്ങനെ പിന്തുടർന്നു കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മക്കൾ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി പഠിക്കണം. ഇനി പഠിക്കാൻ പറയാൻ കാരണം നമ്മുടെ പരീക്ഷ വരുന്നത് മാർച്ച് അവസാനത്തേക്കാണ്. അത് നിങ്ങൾക്ക് അവിടെ എന്തില്ല, നിങ്ങളുടെ പെരുന്നാൾ കഴിഞ്ഞു, ഈദ് കഴിഞ്ഞു, അതുപോലെ റംസാൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സമയം ഇനിയും എക്കണോമിക്സ് എക്സാമിനുണ്ട്. അപ്പോൾ അത്രയും സമയം ഉണ്ടായിട്ട് പോലും അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ വീണ്ടും നമ്മൾ ഈ വൈബിൻ്റെ പിന്നാലെയും പന്തിൻ്റെ പിന്നാലെയും അതേപോലെ ലോകകപ്പിൻ്റെ പിന്നാലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ലോകകപ്പ് അടിക്കാതിരിക്കുമോ? രണ്ടാമത്തെ കാര്യം. അതുപോലെ ISL കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കുമല്ലേ? അതും രണ്ടാമത്തെ കാര്യം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങളോട് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറയോ? അതും രണ്ടാമത്തെ കാര്യമാണ്. എന്താവണം പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞത് +1 വന്ന് വെറുതെ എന്തിനല്ല, ആ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകാനോ വെറുതെ പോയിട്ട് അവിടെ ഇരിക്കാനോ വേണ്ടിയല്ല. എനിക്ക് +1 എന്ത് ചെയ്യണം? 10ൽ കിട്ടാതെ പോയ മാർക്ക്, അല്ലെങ്കിൽ 10ൽ കിട്ടിയ മാർക്ക് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണം. ആ ഒരു മോട്ടീവ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതാവണം നിങ്ങളുടെ പ്രൈമറി മോട്ടീവ്. ആ ഒരു മോട്ടീവിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് മക്കളെ. നിങ്ങൾക്ക് മുമ്പിൽ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, സുവർണാവസരം. അത് നിങ്ങളുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മുമ്പിലുള്ള അവസാനത്തെ അവസരം, അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ മുമ്പിൽ അവസാനമായിട്ട് കൊണ്ടുവരുന്ന ഒരൊറ്റ വാതിൽ ഇത് മാത്രമാണ്, റാപ്പിഡ് റിവിഷൻ എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റാപ്പിഡ് റിവിഷൻ എന്ന് പറയുമ്പോൾ പലർക്കും സംശയമുണ്ട് അല്ലേ? വെറുതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓടിച്ചു വിട്ട് പറയാതാണല്ലോ. അല്ല, മനസ്സിലാക്കിക്കോ. നമ്മുടെ എക്സാമിന് ടഫായിട്ടുള്ള പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ എക്കോണമിയിലെ 9 ചാപ്റ്ററും സ്റ്റാറ്റിയിൽ 8 ചാപ്റ്ററും ചേർത്ത് മൊത്തം 17 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 17 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ടഫായിട്ട് നമ്മൾ പലപ്പോഴും പറയുള്ള സ്റ്റാറ്റിലെ പല പ്രോബ്ലംസ് അടക്കമുള്ളത് നിങ്ങൾക്കറിയാം. മോഡൽ എക്സാമിന് റാങ്ക് കോറിലേഷൻ കാണാൻ ചോദിച്ചു, അതെന്താണ്? സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആണെന്ന് മനസ്സിലാവണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ചോദിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിച്ച് പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണ് മക്കളെ. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ, റാപ്പിഡ് റിവിഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടേ മതിയാവൂ. ആ കഷ്ടപ്പാട് വെറും 1 മാസത്തിൽ താഴെ നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണോ, അതോ മറ്റുള്ളവരൊക്കെ നടക്കുന്ന പോലെ ഞാനും അങ്ങനെ എൻജോയ് ചെയ്ത് നടന്നോളാം, അവരെന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല, എനിക്ക് അവരുടെ പോലെ ആകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴികൾ തിരഞ്ഞെടുക്കുക. വീണ്ടും കാണാം. ബൈ.